ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ വാടോ, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് എന്തായാലും ചെയ്യണേ. എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, വലിയുള്ളി, സ്പൈസസ് ഇതൊക്കെ വേണം കേട്ടോ. നെയ്യ് ഇതൊക്കെ വേണം. ഊറ്റി വെച്ച അരി എന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഇട്ട് അതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ഇട്ട് ക്യാരറ്റിൻ്റെ ഉള്ളീൻ്റെ ചെറുങ്ങനെ ഒരു നിറം മങ്ങി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ എടുത്തത്. അതുപോലെ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്താക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചതിടുക. നമ്മൾ മസാലയൊക്കെ ചതച്ച് വെക്കൂലേ, അത് അതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. കുറച്ചെടുത്തിട്ട്, കുറേ ഇട്ടുണ്ട, കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇടുക. അതിന് ശേഷം വെട്ടി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരിയിട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് കട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ചതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ചോറ് ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടേനു. മഞ്ഞളും മുളകും എല്ലാം കൂടി ഇട്ടിട്ട്, മഞ്ഞളും മുളകും ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടേനും. അതടന്ന് പൊരിയട്ടെ. അതിന് മസാലയ്ക്ക് വേണ്ടിയത് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇത് ഉള്ളി പൊരിച്ചതാണ്, അത് മസാലക്കുള്ളതാണ്, ചോറിനുള്ളതല്ല. പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി അങ്ങ് മതി കേട്ടോ, വേറെ ഇതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളിയിട്ട് സവാള ഇട്ട് നല്ലോണം ഉപയോഗിക്കുക. ഒരു 3-4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള ഞാൻ എടുത്തത്. അതിൽ ഞാൻ പകുതി എന്താക്കി, ഞാൻ പൊരിച്ച് വെച്ചതാണ്. കുറച്ച് മതി സവാള ഇതിലേക്ക്. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പിട്ട് വഴറ്റി കൊടുക്കണേ. നല്ലോണം ഒന്ന് വഴണ്ട് വരണേ. അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക. ഒരു 3 തക്കാളി ഞാൻ ഇട്ടത്. തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം പച്ചമണം മാറുന്നത് വരെ, തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വെന്തുടയണം കേട്ടോ തക്കാളി. മസാല ഉള്ളിയൊന്നും അങ്ങനെ കാണരുത്. അതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഇടുക. ഗരം മസാല ഇട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇടുക. വേറൊന്നും ഞാൻ ഈ മല്ലി അങ്ങനത്തെ ഒന്നും ഞാൻ ഇടലില്ല കേട്ടോ. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തിട്ട് ഫുള്ളും എല്ലായിടത്തും മസാലയും കുരുമുളകും ഒക്കെ പാടെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളി, ഞാൻ പറയില്ലേ 4 വലിയ സവാള ഞാനെടുത്ത്, മീഡിയം സൈസ് സവാള ഞാനെടുത്ത്, അതിൽ പകുതി ഞാൻ ഇതാക്കി പൊരിച്ച് വെച്ചിട്ടുണ്ടേനു. അത് പൊരിച്ചതിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ച് വെച്ചത് ഇതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് തൈരും ഒഴിക്കുക. തൈരും ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും അതും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് അത് ദമ്മിടാം. നമുക്ക് ഇതൊന്നെല്ലാം മസാല ചിക്കനിലേക്കൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നതിന് ശേഷം നമുക്ക് ദമ്മിലേക്ക് പോകാം. അതിലേക്ക് ആദ്യം ചോറിടുക. ഇത് ഞാൻ കുറേ വേവണ്ട കേട്ടോ, ചോറൊന്നൊരു 1/2 വേവായാൽ മതി. അത് ഈ വെള്ളം വറ്റുന്നത് വരെ ചോറിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളിയും മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇത് പൈനാപ്പിളാണ് ഞാൻ ഇടുന്നത്. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം
ഇതാക്കുക. അന്നതിന് ശേഷം അതിൻ്റെ മേലേക്ക് വീണ്ടും ചോറിടുക. അന്നതിന് ശേഷം ലെയറായിട്ടാണ്. അന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും എന്താക്കുക, നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇതൊക്കെ ഇടണം കേട്ടോ. പൈനാപ്പിൾ ഇട്ടാൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പൈനാപ്പിൾ ഇടുന്നത്. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചെറുനാരങ്ങയും പിഴിയണേ. ഈ മഞ്ഞൾ കലക്കിയ വെള്ളം അതൊന്നും ഇടണ്ട. അതിൽ മസാല തന്നെ അതിലുണ്ടാവും. ദമ്മ് കഴിച്ചാൽ തന്നെ അതാണ്ടില്ലേ മസാല അതിലേക്ക് വരും. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ കൂടെ പറയണേ. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതിൻ്റെ കൂടെ ഒരു ഭംഗിക്കൊരു മുട്ടയും അപ്പോൾ അതിൽ 2 പപ്പടവും ഒക്കെ വെച്ചും കൊണ്ടൊന്ന് അടിച്ച് തിന്നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ എന്നോട് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.